ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്താ നിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇടാത്തതെന്ന് ചോദിച്ചിട്ട് 2-3 ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഒക്കെ ഇടാം മക്കളെ, പതുക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ വീഡിയോസായിട്ട് ഇട്ട് തരാം. ഇന്നിപ്പോൾ എന്തായാലും തേങ്ങാച്ചോറാണ്. എന്ത് തുടങ്ങുകയാണെങ്കിലും ആദ്യം ഒരു നാടൻ ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. അതാണിന്ന് തേങ്ങാച്ചോറിന് തുടങ്ങാം എന്ന് കരുതിയത്. ഇന്നിപ്പോൾ ഞാൻ തേങ്ങാച്ചോറും നല്ല വറുത്തരച്ച് വെച്ച കോഴിക്കറിയും നല്ല ചില്ലിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാനിതവിടെ കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്കൊരു 5-6 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുരുമുളക്, പട്ട, 2 ഏലക്ക, പെരിഞ്ജീരകം, ഉലുവ ഒക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു. ഇനി അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി നൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കറൊന്ന് മൂടി വെച്ച് തീ സിമ്മാക്കിയിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ എൻ്റേതായ രീതിയിലാണ് തേങ്ങാച്ചോറ് വെക്കുന്നത്. പല നാട്ടിലും പല രീതികളല്ലേ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് വെക്കാറ്. ഞാൻ ഇവിടെ 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തു. അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാതും കൂടി ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് നേരത്തോളം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നല്ല പച്ച തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാതും കൂടി ഒന്ന് ഇളക്കി ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വെള്ളം തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 3/4 മണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത അരിയാണിത്. ഇതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഒരു 4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 4 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കുക്കർ തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചോറ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാച്ചോറിന് ആവശ്യമായ കറി തയ്യാറാക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകവും ഇട്ട് കൊടുത്തു. അതിലേക്ക് 3 സവോള നൈസായി അരിഞ്ഞതും കൂടിയും ഇട്ട് കൊടുത്ത് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് ഉള്ളിയൊന്ന് വേവിച്ചെടുക്കാം. ഇല കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് വേണ്ട പൊടികൾ നോക്കാം. 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം പെരിഞ്ജീരക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ പൊടികളും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് 2 വലിയ തക്കാളി നൈസായി അരിഞ്ഞതും കൂടി ചേർത്തി കൊടുത്ത് ഒന്ന്
അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങും കൂടി കോഴിയോടൊപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്ത് വേവാൻ വേണ്ടി വെക്കാം. ഒരു 3 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്കൊന്ന് തേങ്ങ വറുത്ത് വെക്കാം. ഞാനിവിടെ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തു. ഒരല്പം കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതാ നമ്മുടെ തേങ്ങയുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച അരപ്പും കൂടിയും ചേർത്തി കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കുകയേ വേണ്ടൂ. നമ്മുടെ തേങ്ങാച്ചോറും വറുത്തരച്ച കോഴിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്കിതുപോലെ എൻ്റെ നല്ല നല്ല റെസിപ്പീസ് വേണമെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.